നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്ന വാർത്ത സൗദി അറേബ്യ പുറത്തുവിട്ടത്. സൗദിയിലെ ഇഖാമ, റീ എൻട്രി, സന്ദർശക വിസ കാലാവധി സൗജന്യമായി നീട്ടുന്ന ആനുകൂല്യം ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ലഭിക്കില്ലെന്നാണ് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചത്. 19 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക. മാർച്ച് 31 വരെയാണ് ലെവിയോ മറ്റ് ഫീസ് അടവുകളോ കൂടാതെ ഇഖാമയും റീ എൻട്രിയും നീട്ടി നൽകുകയെന്ന് ജവാസാത്ത് അറിയിച്ചു. എന്നാൽ ഇത് ഒട്ടനവധി ഇന്ത്യൻ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോവിഡ് സാഹചര്യത്തിൽ താൽക്കാലിക യാത്രാവിലക്കുള്ള 19 രാജ്യങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തുർക്കി, ലെബനൻ, എത്യോപ്യ, അഫ്ഗാനിസ്ഥാൻ, ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ, മൊസാംബിക്, ബോട്സ്വാന, ലെസോത്തോ, എസ്വാത്തിനി, മലാവി, സാംബിയ, മഡഗാസ്കർ, അങ്കോള, സീഷെൽസ്, മൗറീഷ്യസ്, കൊമോറോസ്, നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കാണ് ഇഖാമയും റീ എൻട്രിയും പുതുക്കി നൽകുന്നത്. യാത്രാ നിരോധനം നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നിലവിൽ രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികളുടെ ഇഖാമയും റീ എൻട്രിയും ഓട്ടോമാറ്റിക്കായി തന്നെ നീട്ടി നൽകാൻ തുടങ്ങിയതായി ജവാസാത്ത് അറിയിച്ചു. മാർച്ച് 31 വരെ സൗജന്യമായി നീട്ടിയ ആനുകൂല്യം ഇന്ത്യക്കാർക്ക് ലഭിക്കുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങൾ ഈ ആനുകൂല്യ പരിധിയിൽ വരില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 1 മുതൽ സൗദിയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിച്ചെന്ന കാരണത്താലാണ് ഇന്ത്യ, ഈജിപ്ത്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ബ്രസീൽ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഈ ആനുകൂല്യ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത്. ഡിസംബറിന് മുമ്പ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർ സൗദിയിലേക്ക് വരുന്നെങ്കിൽ മറ്റൊരു രാജ്യത്ത് 14 ദിവസം താമസിക്കേണ്ടതായിരുന്നു. ഈ രാജ്യങ്ങളെ പ്രവേശന വിലക്കിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ജവാസാത്ത് വകുപ്പുകളിൽ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ നാഷണൽ ഇൻഫർമേഷൻ സെന്ററുമായി സഹകരിച്ച് സ്വയമേവ വിപുലീകരണം നടത്തുമെന്ന് ജവാസാത്ത് അറിയിച്ചു. റീ എൻട്രി വിസയിൽ പുറപ്പെടുന്നതിനു മുമ്പ് തന്നെ രാജ്യത്ത് വെച്ച് കോവിഡ് വാക്സിന്റെ 1 ഡോസ് എടുത്ത പ്രവാസികൾക്ക് കാലാവധി നീട്ടൽ ബാധകമല്ല. സൗദിക്ക് പുറത്തുള്ളവർക്കും പകർച്ചവ്യാധിയുടെ ഫലമായി യാത്രാ നിരോധനം നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സന്ദർശന വിസകളുടെ സാധ്യത നീട്ടി നൽകാനും രാജാവ് നിർദ്ദേശം നൽകിയിരുന്നു. മാർച്ച് 31 വരെയാണ് കാലാവധി നീട്ടി നൽകുക. കോവിഡ് മഹാമാരിയുടെ പ്രത്യാഘാതങ്ങളെ നേരിടാനുള്ള ഗവൺമെന്റിന്റെ തുടർശ്രമങ്ങളുടെ ഫലമായാണ് വിസ കാലാവധി നീട്ടി നൽകുന്നത്. പൗരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുകയും പകർച്ചവ്യാധിയുടെ സാമ്പത്തിക ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് കോവിഡ് വ്യാപനശേഷിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൗദിയിലേക്ക് നേരിട്ട് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.